ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഥകൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാലേ ഉള്ളത്? അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ചെറിയൊരു കഥ പറഞ്ഞു തരാമെന്ന് കരുതി. എന്താണെന്നല്ലേ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരമ്പലമാണ്. ശ്രീ നാലുപുരക്കൽ നാഗകാളി ക്ഷേത്രം എന്നാണ് പേര്. നാഗവും കാളിയും കൂടി ഒരുമിച്ചുള്ള അമ്പലമാണ്. അപ്പം അങ്ങനത്തെ അമ്പലം വളരെ റെയറായിട്ടേ ഉണ്ടാവാറുള്ളൂ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എത്രത്തോളം സത്യമാണ് എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം ഇപ്പം അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ വളരെ ചെറുതാക്കിയിട്ടാണ് ഉത്സവം കഴിക്കുന്നത്. പൊതുവെ ആർഭാടമായിട്ട് കഴിക്കുന്ന ഒരു ഉത്സവമായിരുന്നു. ഇപ്പം ഈ തവണ എന്താണെന്നറിയില്ല, വളരെ ചുരുങ്ങിയ രീതിയിലാണ് ഉത്സവം കഴിക്കുന്നത്. അപ്പം ഉത്സവത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് ആ അമ്പലത്തെ ചുറ്റിപ്പറ്റിയൊരു കഥയുണ്ട്. അപ്പോൾ ആ ഒരു കഥ ഞാൻ നിങ്ങൾക്കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് കരുതി. ഈ കഥ ഞാൻ കേൾക്കുന്നതെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പാട്ടോ. വർഷങ്ങൾക്ക് മുമ്പെന്ന് വെച്ചാൽ 16 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ കഥ കേൾക്കുന്നത്. അവിടെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണലില്ലേ, വളഞ്ഞ് നടക്കുന്ന ഒരു മുത്തശ്ശീനെ കുറിച്ച് നമ്മൾ പല പല സിനിമയിലും കണ്ടിട്ടില്ലേ. അതേപോലെ ഞാൻ ഒരു പുതിയ മരുമകളായിട്ട് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ എന്നെ കാണാനെന്ന് പറഞ്ഞിട്ട് എന്നും ഉച്ചയ്ക്ക് ശേഷം ഈ മുത്തശ്ശി വരാറുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ആള്. അപ്പോൾ എങ്ങനെയാണ്, എൻ്റെ വീടെന്ന് പറയുന്നത് കുറച്ച് ഒരു കയറ്റുണ്ടായിരുന്നു കേട്ടോ. ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് തന്നെ പറയാം. പക്ഷെ ആ കുന്നൊക്കെ കഷ്ടപ്പെട്ട് കയറി വരികഴിഞ്ഞ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം എന്നെ കാണാൻ, എന്നെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വരുത്ത് എല്ലാ ദിവസവും ഉണ്ടാവുമായിരുന്നു. അപ്പോൾ എന്നിട്ട് വർക്ക് ഏരിയയിൽ ഞങ്ങൾക്കൊരു കൊലായി ഉണ്ടായിരുന്നു. ആ കൊലായിൽ കുത്തിരുന്നിട്ട് എന്നോട് ഇങ്ങനെ കഥ പറയും. ചെവി കേൾക്കൂല, പക്ഷെ നമ്മൾ ഉറക്കെ സംസാരിക്കണം. ആള് എന്താ പറയുക, ഇപ്പോഴും ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നെ ഇവിടെ പുതിയൊരു മരുമകളായിട്ട് വന്നതിന് ശേഷം ദിവസം എന്ന് പറഞ്ഞിട്ട് വന്ന് കാണുന്ന ഒരാൾ ആ മുത്തശ്ശി മാത്രമായിരുന്നു കേട്ടോ. ആദ്യം കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ പുതുപ്പെണ്ണിനെ കാണുക എന്നുള്ള രീതിയിൽ വന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നും ഉച്ചയ്ക്ക് ശേഷം എന്നെ കാണാൻ, എന്നോട് കഥ പറയാനും വരികയായിരുന്നു. മുത്തശ്ശി ഇപ്പം ഇല്ല കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു തന്ന അമ്പലത്തിൻ്റെ കഥയാണ്. അപ്പോൾ അത് നിങ്ങളിലേക്കൂടി ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവിടെ നാഗവും കാളിയും കൂടിയാണ് അമ്പലത്തിൽ. അപ്പം ഞങ്ങളുടെ ഈ ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട് ഈ പാമ്പിനെ കാണുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്നെ വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്ന വീട്ടിലൊക്കെ പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഞാൻ ഈ നാഗത്തിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നാഗത്തിനെ കണ്ടു എന്നല്ലേ, പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു തന്ന കഥയാണ്. അത് അമ്പലത്തിലെ പാമ്പാണ്, അത് നമ്മളാരെയും ഉപദ്രവിക്കൂല, അതിനൊരു കഥയുണ്ട് എന്ന് പറഞ്ഞു. എന്താ കഥ എന്ന് വെച്ചാൽ, ഒരു നാഗത്തിന് മുള്ളു കൊണ്ടിട്ട് ആ മുത്തശ്ശീനെയോ എൻ്റെ മുത്തശ്ശിയോ ആരോ ഒന്ന്, അവിടുത്തെ ആരോ ഒരാളുടെ അടുത്ത് ഈ നാഗം വന്നോന്നും, അപ്പോൾ ആ മുത്തശ്ശി ഈ മുള്ളെടുത്ത് കൊടുത്തോലും. എന്ന് വെച്ചാൽ എന്നോട് കഥ പറഞ്ഞു തന്ന മുത്തശ്ശിയല്ല കേട്ടോ, മുത്തശ്ശിയുടെ മുത്തശ്ശിമാരിൽ ആരോ ഒന്ന്. എന്ന് വെച്ചാൽ ആ നാലുപുരക്കൽ നാഗകാളി ക്ഷേത്രം എന്ന് പറയുന്ന തറവാട്ടമ്പലമാണ്. അവിടുത്തെ ഏതൊരു മുത്തശ്ശിൻ്റെ അടുത്താണ് ഒരു നാഗത്തിൻ്റെ മുള്ള് കൊണ്ടിട്ട് നാഗം ഏനി ഇവരുടെ അടുത്ത് വന്നെന്നും അത് കണ്ട മുത്തശ്ശി ആ മുള്ളെടുത്ത് കൊടുത്തു എന്നും കേട്ടു. പിന്നീട് നാഗം ഈ പറഞ്ഞതുകൂടെ അവിടെ തൊട്ടടുത്ത് കാവാണ്, ആ കാവിലേക്ക് അങ്ങ് പോവുകയും ചെയ്തോലെ. പിന്നീട് ഈ നാഗം മുത്തശ്ശീൻ്റെ അടുത്ത് നാഗമാണിക്യവുമായിട്ട് ചെന്നു പോലും. അപ്പോൾ ആ മുത്തശ്ശി പറഞ്ഞോലും നാഗമാണിക്യം വേണ്ട, പക്ഷേ ആരെയും ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞോലോ. അങ്ങനെ പിന്നെ അത് കേട്ട് നാഗം പോയി എന്നും പറഞ്ഞു. ഇത് എത്രത്തോളം സത്യമായിട്ടുള്ള കാര്യമാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇപ്പം ഒരു ദേവകിയമ്മയുണ്ട് അമ്പലത്തിൽ. ഈ ഒരു കഥ വെച്ചിട്ടൊരു പാട്ട് തന്നെ പാടാറുണ്ട്. എപ്പോഴെങ്കിലും ഞാൻ ഈവനിങ്ങിൽ ആ പാട്ട് പാടുന്ന സമയത്ത് ഞാനത് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരുന്നുണ്ട്. അതിനുശേഷം ഇതുവരെ ഈ ഏരിയയിലൊക്കെ നാഗത്തിനെ, എന്ന് വെച്ചാൽ പാമ്പിനെ കാണാറുണ്ട്. പാമ്പ് ഇതുവരെ ആരെയും കടിച്ചതായിട്ട് കേട്ടിട്ടില്ല. അപ്പോൾ അമ്പലത്തിലെ പാമ്പാണെന്നും അതാരെയും ഉപദ്രവിക്കില്ല എന്നൊക്കെ അന്ന് മുത്തശ്ശി കഥ പറഞ്ഞു തരുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ വീട് കുറച്ച് കയറ്റത്തിൻ്റെ മുകളിലായിരുന്നു, കുറച്ച് കാട് മൂടി. ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ വീടിൻ്റെ കുറച്ച് അങ്ങോട്ടായിട്ട് കാവും കാര്യങ്ങളൊക്കെ ആട്ടോ.
ഇവിടെയെന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു കാട് മൂടിയ ഒരു ഏരിയ ആണ്. മിക്ക സമയത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാമ്പിനെ കാണാറുണ്ട്. പക്ഷേ ഇതുവരെ ഈ പറഞ്ഞതുപോലെ പാമ്പാരെയും കടിച്ചതും കാര്യമൊന്നും കേട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒരു കഥയുള്ളത് കൊണ്ടാണ്, മുത്തശ്ശി മുള്ളെടുത്ത് കൊടുത്തത് കൊണ്ടാണ് നാഗാരെ ഉപദ്രവിക്കാത്തത് എന്നൊക്കെ പറയാറുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, എത്രത്തോളം സത്യാവസ്ഥയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയില്ല. ഇനി ചിലരുണ്ട് ഇതിന് റിയാക്ഷൻ വീഡിയോ ഇടുന്നത്, മദ്രസയിൽ ജസ്നക്ക് ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്ത കഥയാണെന്ന് പറഞ്ഞിട്ട് ചിലർ റിയാക്ഷൻ വീഡിയോ ഇടും കേട്ടോ. അപ്പോൾ അവരിടുന്നോല് ഇട്ടോ, എനിക്ക് മദ്രസയിൽ നിന്ന് കിട്ടിയത് തന്നെയാണ് എന്ന് കൂട്ടിയാൽ മതി. അപ്പം മുത്തശ്ശി ഇങ്ങനൊരു കഥ പറഞ്ഞു തന്നപ്പം ഇപ്പം ഉത്സവം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സ്ട്രോങ് ആണ് ദേവി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഒരിക്കൽ ഉത്സവത്തിൻ്റെ സമയത്ത് മറ്റേ കോമരത്തിൻ്റെ മകൾക്ക് എന്തോ കോമരായിട്ട് ഇളകിക്കുന്നു, അങ്ങനെ എന്തോ അത് കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര സ്ട്രോങ് ആണ് ഇവിടുത്തെ ദേവി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉത്സവ സമയമാകുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മ എല്ലാ ഉത്സവത്തിനും അവിടെ വെളിച്ചെണ്ണയോ എണ്ണയോ ഒക്കെ കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു. അവിടെ ഉത്സവം എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾക്ക് വീട്ടിൽ ഉത്സവമായിരുന്നു. കാരണം വീട്ടിലെ കസിൻസൊക്കെ വരികയും ഈ ഉത്സവത്തിന് പങ്കുചേരുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊരു കുടുംബം പോലെ കഴിഞ്ഞ ആൾക്കാർ തന്നെയാണ് കേട്ടോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഉത്സവമായി എന്ന് കേട്ടാൽ എണ്ണയോ വെളിച്ചെണ്ണയോ ഒക്കെ കൊണ്ടു കൊടുക്കും. നമ്മളാൽ കഴിയുന്ന സാമ്പത്തിക സഹായങ്ങൾ ഇതാക്കി കൊടുക്കും. കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിന് ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അന്നദാനത്തിന് വേണ്ടിയിട്ട് അരിയും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പം നമ്മൾ കൊടുത്തത് പറയല്ല കേട്ടോ, അത്രത്തോളം നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ ഒരു അമ്പലത്തെയും നമ്മൾ കാണുന്നത് എന്നുള്ളത് പറയാണ്. അപ്പോൾ അങ്ങനെ ഒരു കഥ ആ അമ്പലത്തെ ചുറ്റിപ്പറ്റിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ദേവകിയമ്മ ഉണ്ട്. ദേവകിയമ്മ വൈകിട്ട് ഇത് വെച്ചിട്ടൊരു പാട്ട് പോലെ പാടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊരു ദിവസം കേൾപ്പിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഇപ്പം അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്രാവശ്യം വളരെ ചുരുങ്ങിയ രീതിയിലാണ് അവർ ഉത്സവം കഴിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചില്ല. അപ്പോൾ എന്താണെന്നും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ ജസ്റ്റ് ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയായതുകൊണ്ട് അമ്പലത്തിൻ്റെ കഥ എല്ലാ ആയില്യം നാളിലും അവിടെ ആയില്യ പൂജ കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അതൊക്കെ അറിയാമെന്നല്ലാണ്ട് ചിലപ്പോൾ ഞങ്ങളും കഴിപ്പിക്കാറുണ്ട് കേട്ടോ. നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമ്മളും അവിടെ പേരൊക്കെ കൊടുക്കാറുണ്ട്. കാരണം അവരുടെ അമ്പലത്തിൻ്റെ ഒരു വരുമാനവും കൂടിയാണല്ലോ അത്. അപ്പോൾ അങ്ങനെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ നമ്മളും ചെയ്തു കൊടുക്കാറുണ്ട്. നമുക്ക് ജാതി മതം മറ്റൊരു ദൈവം അങ്ങനെയൊന്നുമില്ല. നമുക്ക് എല്ലാവരും ഒരേപോലെ തന്നെയാണ്. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഉത്സവം നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു കഥ നിങ്ങളിൽ കൂടിയും പങ്കുവെക്കാമെന്ന് കരുതി. പക്ഷെ ഒരു കാര്യം പറയട്ടെ, മുത്തശ്ശിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ കണ്ണിൽ ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞില്ല, നേരെ നിൽക്കാനൊന്നും പറ്റില്ല, വളഞ്ഞണ്ടാ നടക്കുക, പല്ലുമില്ല. എന്ത് രസമായിരുന്നു എന്നറിയോ. അങ്ങനത്തെ ഒരാളെയൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യം തന്നെയല്ലേ. നമ്മൾ പറയും പ്രായമായ ആൾക്കാരെല്ലാവർക്കും ബാധ്യതയായിട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണ് ഈ കാലഘട്ടങ്ങളിൽ. പക്ഷെ അങ്ങനത്തേക്ക് ഒരു മുത്തശ്ശി നമ്മുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ന് വെറുതെ അറിയാതെ ആശിച്ചു പോയി. എനിക്കുണ്ടായിരുന്നു എൻ്റെ വാപ്പയുടെ അമ്മ. ആളിപ്പം മരണപ്പെട്ടിട്ട് 1.5 വർഷത്തോളമായി. അപ്പം അതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് എനിക്ക് വല്ലാണ്ട് അറിയാവുന്നൊരു സംഭവമാണ്. അപ്പോൾ എനിക്ക് ഇത്രത്തോളം വിഷമമുണ്ടാവും, അവർക്കൊക്കെ എത്രത്തോളം വിഷമമുണ്ടാവും. ഈ മുത്തശ്ശിമാരുണ്ടെങ്കിലും മാത്രമാണല്ലോ നമുക്ക് കഥകളൊക്കെ കേൾക്കാൻ പറ്റുക. ഫുൾ എൻ്റെ പൊന്നോ, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം തിരിച്ചു പറയുമ്പോൾ ഏജാതി ഉറക്കെ സംസാരിക്കേണ്ടീനു എന്നറിയോ. പക്ഷെ ചിരിയും ആവുക കഴിഞ്ഞു. അങ്ങനത്തെ ഒരു മുത്തശ്ശിയായിരുന്നു അതേതായാലും. അപ്പം ഇതാണ് അമ്പലത്തിൻ്റെ കഥ. അപ്പോൾ നിങ്ങളുടെ കൂടി ഒന്ന് പങ്കുവെച്ചതാണ്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി കേട്ടോ. ഇതേപോലെയുള്ള കഥകളൊക്കെ കേൾക്കാവേ. ഓക്കെ, ടാറ്റാ, ബൈ.